അങ്ങനെ വിളിക്കാത്തതിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടോ? അല്ല, അതെന്താണെന്നറിയാം, അതിലെനിക്ക് ഒരു പരാതിയില്ല. കാരണം ഞാനൊരു പ്രൊഡക്ഷൻ കമ്പനിയുടെ ഒരു ഓണറായിട്ട് ഓണർ ഇൻ ദ സെൻസ് അദ്ദേഹത്തിൻ്റെ വൈഫാണ്. അപ്പം ഞാനതിലൊരു നടിയായിട്ട് ഞാനിവിടെ വരുന്നത് പ്രൊഡക്ഷൻ ചെയ്തുകൊണ്ട് തന്നെയാണ് ഞാൻ ഇൻഡസ്ട്രിയിൽ വരുന്നത്. അപ്പോൾ എന്നെ കാണുന്നത് എല്ലാവരും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇപ്പം ഞാൻ ആകെ ചാൻസ് ചോദിച്ചിട്ടുള്ളത് ഒരാളോടാണ് ഇൻഡസ്ട്രി വന്നതിന് ശേഷം, മമ്മൂക്കയോടാണ്. കാരണം മമ്മൂക്കയുടെ കൂടെ ഞാൻ പുതിയ നിയമം ചെയ്തു, പുത്തൻപണം ചെയ്തു. ഒത്തിരി സുഹൃത്ത് വലയുണ്ട്, അവരൊക്കെ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അവരൊക്കെ ഒത്തിരി ആർട്ടിസ്റ്റുകൾക്കുണ്ട്, അവരൊന്നും വിളിക്കാറില്ല. ആരെ ഉദ്ദേശിച്ചത്? സ്റ്റീഫനെ തന്നെ ഉദ്ദേശിച്ചത്. ലിസ്റ്റ് പ്രൊഡ്യൂസറാണ്. ഞാൻ ലിസ്റ്റിനോട് ഇതുവരെയും ചോദിച്ചിട്ടില്ല. അല്ല, ലിസ്റ്റിനോട് ചോദിക്കണ, ലിസ്റ്റിന് അറിയാലോ, നമ്മളൊരു ആക്ടർ ആണെന്ന് ലിസ്റ്റിന് അറിയാലോ. അപ്പൊ ലിസ്റ്റിന് അവിടുത്തെ വേഷങ്ങളിൽ ഒരു വേഷത്തിന് ഷീലുമാമനെ വിളിക്കാമില്ലേ, ലിസ്റ്റിൽ വിളിക്കാമില്ല? അല്ല, ലിസ്റ്റിന് ഒരിക്കലും എന്നെ ഒരു നടിയായിട്ടാണ് കാണുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ലിസ്റ്റിന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ഞാനും എൻ്റെ ഹസ്ബൻഡും. അല്ല, ലിസ്റ്റിന് എപ്പോഴും സുഹൃത്തുക്കളെയും ലിസ്റ്റിന് ഏറ്റവും കൂടുതൽ അടുപ്പമുള്ള ആൾക്കാരെയൊക്കെ ലിസ്റ്റിന് ഒരിക്കലും അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. അത് ലിസ്റ്റിൻ്റെ വൈഫിനറിയാം, എനിക്കറിയാം. അതിലെനിക്ക് പരാതിയൊന്നുമില്ല. ലിസ്റ്റിനുമായിട്ട് ഒരിക്കലും അങ്ങനെ ലിസ്റ്റിൻ്റെ എനിക്കില്ലല്ലോ. അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞു, ഞാൻ ആരോടും ചോദിച്ചിട്ടില്ല. എൻ്റെ സ്പേസിൽ ഞാൻ ഹാപ്പിയാണ്. പ്രൊഡക്ഷൻ കമ്പനി തുടങ്ങുവാണ് ഞാൻ പ്രൊഡക്ഷൻ കമ്പനി തുടങ്ങുന്നുണ്ട്. അപ്പൊ ധ്യാൻ തിരിച്ചു പറയും, എന്തിനാ എന്നെ വിളിക്കുക, അവിടെ പ്രൊഡക്ഷൻ കമ്പനി ഇല്ലെന്ന് ധ്യാനും ചോദിക്കേണ്ട ഒരു അവസ്ഥ. അപ്പൊ അത് ഓക്കെ ആയിട്ടോ, ആ ഒരു സംഭവം ഞാൻ റെഡിയാക്കി തന്നിട്ടുണ്ട്. അല്ല, ഇവരൊക്കെ ഓൾറെഡി നോക്കി വിളിക്കല്ലേ ചേച്ചി, ഇങ്ങനെ മരം കുൽക്കണ കാര്യം പറയണ്ട, അത് നോക്കല്ലോ. അല്ല, അതിലെനിക്ക് ഒരു ഇതും തോന്നില്ല. ഇപ്പോൾ അതിലെന്താ തെറ്റുള്ള? ഇപ്പം നമ്മൾ പ്രൊഡക്ഷൻ ചെയ്യുന്നു, ഞാൻ അതിൽ അഭിനയിക്കുന്നു, ഇപ്പോൾ ചിലതിൽ അഭിനയിക്കുന്നില്ല, ചിലതിൽ അഭിനയിക്കുന്നു. അതിലെന്താണ്? അത് എല്ലാവരും ചെയ്തോട്ടെ, ചെയ്യാൻ പറ്റുന്നവരെല്ലാം ചെയ്യട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എത്ര പേർക്ക് ചെയ്യാനായിട്ട് സാധിക്കുമോ അത്രയും പേര് ചെയ്യട്ടെ, നല്ല കാര്യമായിട്ടാണ്. എല്ലാം നല്ലതിനാകട്ടെ. ഇനി ഒത്തിരി സിനിമകൾ ചെയ്യണം. നമുക്ക് തോൽക്കാൻ കഴിയില്ല, നമ്മൾ തോൽപ്പിക്കാനും കഴിയില്ല. ആ രീതിക്ക് മുന്നോട്ടണം. അഭം തുടർന്നുകൊണ്ടേയിരിക്കണം മലയാള സിനിമയിൽ. അത് ഞാൻ പുള്ളി ദുബായിൽ കുലുക്കിക്കൊണ്ടിരിക്കുകയാണ്. വാരാൻ വല്ലതും കിട്ടിയോന്ന് ചോദിച്ചിട്ട് ബാക്കി തുടരുമോ എന്നുള്ളതിന്റെ മറുപടി ഞാൻ ഫോൺ വിളിച്ചിട്ട് പറയാം. അത് മിസൈൽ നോക്കി നോക്കിയാണ് കുലിക്കുന്നത്. പറയാത്ത അവസ്ഥ, മിസൈലുകൾ നോക്കി നോക്കിയാണ് കുലിക്കുന്നത്. അവസ്ഥ അറിയാം. തുടരുമോ എന്നുള്ളത്. രവീന്ദ്ര, നീ എവിടെയെന്നുള്ളത് 18-ാം തീയതി നിങ്ങൾ പോയി തിയേറ്ററിൽ പോയി കാണുക. കാണുമ്പോൾ രവീന്ദ്രൻ എവിടെ ഉണ്ടെന്നും ഇതിന്റെ സെക്കൻഡ് പാർട്ട് ഉണ്ടോന്നും നിങ്ങൾക്ക് അന്ന് മനസ്സിലാക്കാൻ കഴിയും. ആ സെക്കൻഡ് പാർട്ടിൽ ഇവരെല്ലാവരും ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് മാറാൻ പറ്റില്ല, കാരണം ജീവിതമാണല്ലോ, ആൾക്കാരെ മാറ്റാൻ പറ്റില്ല. സെക്കൻഡ് പാർട്ടിൽ എന്തായാലും ഞാൻ ഫീലുണ്ടാവും. എനിക്ക് കുഴപ്പമില്ല. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.